ഉമറുൽ ഫാറൂഖ്, മുൻ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗം. പ്രിയമുള്ളവരെ, ഞാൻ നിൽക്കുന്നത് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ചാമക്കാലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 3 ഡോക്ടർമാരും നഴ്സുമാരും അതുപോലെ തന്നെ ഫാർമസിയും ലാബും ഒക്കെ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം. നമ്മുടെ പഞ്ചായത്ത് മാത്രമല്ല, കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തും നമ്മുടെ സമീപ പ്രദേശ പഞ്ചായത്തുകളായിട്ടുള്ള കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തും വെലപ്പാട് പഞ്ചായത്തിലെയും ഒക്കെ ആളുകൾ, പ്രദേശവാസികളൊക്കെ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്, ചികിത്സ തേടി എത്തുന്നുണ്ട്. ആ ചികിത്സയ്ക്ക് വേണ്ടി ഈ 3 ഡോക്ടർമാരും ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് ഇടപഴകി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും വളരെ മാന്യമായി നൽകുകയും ആ ജനങ്ങളോട്, ഇവിടെ വരുന്ന ജനങ്ങളോടൊക്കെ ഇവിടുത്തെ നഴ്സുമാരായാലും ഇവിടുത്തെ എല്ലാ ജീവനക്കാരും വളരെ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്, ഇടപഴകുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം ആളുകളൊക്കെ ആശ്രയിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്ന പ്രധാന കാരണം, നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു ഘടക സ്ഥാപനമായിട്ടുള്ള ഈ PHCയിൽ ഇവിടെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഈ ഹോസ്പിറ്റലിൽ ഒരു 18 മാസക്കാലത്തോളമായി നമ്മുടെ ഈ ഇവിടുത്തെ ഇൻവെക്ടർ വർക്ക് ചെയ്യാതെ പ്രവർത്തനരഹിതമായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഫാർമസി ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ലാബുണ്ട്, ഡോക്ടർമാർ. അപ്പോൾ ഇവിടെ എത്തുന്ന ആളുകൾക്ക് കറണ്ട് ഇല്ലാത്ത ഘട്ടം വന്നാൽ, കറണ്ട് ഇല്ലാത്തൊരു അവസ്ഥ വന്നാൽ അതിൻ്റെ ബദൽ പ്രവർത്തനത്തിന് വേണ്ടി ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട്. ആ ഇൻവെർട്ടർ കഴിഞ്ഞ 18 മാസക്കാലത്തോളമായി അത് പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ആളുകൾക്ക് OP ടിക്കറ്റ് എടുക്കാൻ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ഡോക്ടർ റൂമുകളിൽ വെളിച്ചക്കുറവുണ്ട്, അതേപോലെ ഫാൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട്, അതുപോലെ ഡ്രസ്സിംഗ് റൂമിൽ കൃത്യമായി വെളിച്ചമില്ലാത്തതുകൊണ്ട് മുറിവുകൾ കെട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചമില്ല. അതേപോലെ ഡോക്ടർ ടെസ്റ്റിന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കറണ്ട് ഇല്ലാത്ത അവസ്ഥ വന്നാൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥ. ഫാർമസിയിലെ മരുന്ന് നമ്മളെ ഫ്രിഡ്ജ് മറ്റുള്ളതൊക്കെ ഉള്ളത് കൊണ്ട് അവിടുത്തെ മരുന്നിനും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ ചൂടുള്ള ഈ കാലത്ത് ഈ രോഗവുമായി വരുന്ന പല രോഗികളും, ക്യാൻസർ രോഗികളും ഉൾപ്പെടെയുള്ള പല രോഗികളും വരുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം. ഫാനിടാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഈ ചുട്ടുപൊള്ളുന്ന ഈ കാലത്ത് ഒരല്പം കാറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥ നിലവിലുണ്ട്. അപ്പോൾ ജനങ്ങൾ വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഇൻവെക്ടർ കംപ്ലൈൻറ്റ് 18 മാസത്തോളമായിട്ട് ഇവിടെ ഇൻവെക്ടർ ഇല്ല എന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനും അതേപോലെ തന്നെ ഭരണസമിതിക്കുമൊക്കെ അറിയാവുന്ന ഒരു വസ്തുതയാണ്. HMC അംഗം എന്ന നിലയിൽ ഞാൻ അത് കൃത്യമായിട്ട് കഴിഞ്ഞ മീറ്റിങ്ങുകളിലും ഞാനത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ടായി. അതുകൂടാതെ നവംബർ 2-ാം തീയതി ബഹുമാനപ്പെട്ട എടത്തിരുത്തി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഞാനൊരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഇത്തരത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് ദൂരീകരിക്കാനോ അതിലിടപെട്ടുകൊണ്ട് ഇതിന് പരിഹാരം കാണാനൊന്നും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോ പഞ്ചായത്ത് ഭരണസമിതിക്കോ സമയമില്ല, അവർക്ക് ആ തരത്തിൽ ശ്രദ്ധയുമില്ല. ഇതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ പൊതുവായിട്ടുള്ള അവസ്ഥ ആണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഭരണസമിതിയോടും സൂചിപ്പിക്കാനുള്ളത്, എത്രയും പെട്ടെന്ന് നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിലൊരു ഇൻവെക്ടർ വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഞാൻ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മാസം നവംബർ 2-ാം തീയതിയാണ് കത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അടിയന്തരമായിട്ട് ഈ ഇൻവെക്ടർ സ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ജനങ്ങളിൽ നിന്ന് പിരിവെടുത്തുകൊണ്ട് PHCയിലേക്ക് ഒരു ഇൻവെക്ടർ മേടിക്കുന്നതിനുള്ള നടപടികളുമായി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ മുന്നോട്ട് പോകുമെന്നും മാത്രമാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഭരണസമിതിയോടും അറിയിക്കാനുള്ളത്.